ഇസ്ലാമാബാദിലെ നയതന്ത്ര ഇടനാഴികൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ചർച്ചയ്ക്കാണ്. ഇറാന്റെയും അമേരിക്കയുടെയും പ്രതിനിധികൾ പാകിസ്ഥാന്റെ മണ്ണിൽ വെച്ച് പരോക്ഷ ചർച്ചകളിൽ ഏർപ്പെടുമ്പോൾ പശ്ചിമേഷ്യയുടെയും ലോകത്തിന്റെയും സമാധാനം ഈ സംഭാഷണങ്ങളുടെ വിജയത്തെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ ചർച്ചകൾ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് ഇറാൻ നടത്തിയ രൂക്ഷമായ പ്രസ്താവനകൾ അന്തരീക്ഷം കൂടുതൽ കലുഷിതമാക്കിയിരിക്കുകയാണ്. അമേരിക്കയെ കുറ്റവാളിയായ ആക്രമി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഇറാന്റെ സൈനിക മേധാവി അമീർ ഹാത്തമി നടത്തിയ പ്രഖ്യാപനം ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. തങ്ങളെ ആക്രമിക്കാൻ മുതിരുന്ന ഏത് ശക്തിയും അതിക്രൂരമായി പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന ഹാത്തമിയുടെ വാക്കുകൾ ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് വ്യക്തമാക്കുന്നത്. ചർച്ചാമേശയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ തങ്ങളുടെ സൈനിക കരുത്തും ആത്മവിശ്വാസവും ലോകത്തിനു മുന്നിൽ പ്രകടിപ്പിക്കാൻ ടെഹ്റാൻ ശ്രമിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതൃത്വം ഈ വിഷയത്തിൽ ഒരുപോലെ ഉറച്ചു നിൽക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. സൈന്യവും സർക്കാരും ഒരേ സ്വരത്തിലാണ് അമേരിക്കയോട് സംസാരിക്കുന്നത്. നയതന്ത്ര തലത്തിൽ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി തന്നെ നേരിട്ട് ഇസ്ലാമാബാദിൽ എത്തിയത് ഈ ചർച്ചകളെ ഇറാൻ എത്രത്തോളം ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നതിന് തെളിവാണ്. മധ്യസ്ഥ ശ്രമങ്ങൾക്ക് പാകിസ്ഥാൻ വേദിയൊരുക്കുമ്പോൾ സങ്കീർണമായ പല നീക്കങ്ങളും പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വളരെ കരുത്തുറ്റ ഒരു സംഘമാണ് ചർച്ചകൾക്കായി ഒരുങ്ങുന്നത്. സ്റ്റീവ് വിറ്റ്കോഫ്, ജാറഡ് കൃഷ്ണർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ചർച്ചകളിൽ പ്രധാന പങ്ക് വഹിക്കും. അതേസമയം വാഷിംഗ്ടണിൽ ഇരുന്നു കൊണ്ട് വൈസ് പ്രസിഡന്റ് JD വാൻസ് ഈ നീക്കങ്ങളെ മുഴുവൻ ഏകോപിപ്പിക്കുന്നു. അമേരിക്കയുടെ വിദേശ നയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സമാധാന ചർച്ചകൾ ട്രംപ് ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ടുള്ള സംഭാഷണങ്ങൾ ഇസ്ലാമാബാദിൽ നടക്കില്ല എന്നതാണ് ഈ ചർച്ചയുടെ പ്രധാന പ്രത്യേകത. പാകിസ്ഥാൻ ഒരു ഗോ ബീറ്റ് വിൻ അഥവാ സന്ദേശവാഹകനായി പ്രവർത്തിച്ചുകൊണ്ട് ഇരുപക്ഷത്തിന്റെയും ആശയങ്ങൾ കൈമാറും. നയതന്ത്ര ചർച്ചകളിൽ നേരിട്ട് മുഖാമുഖം ഇരിക്കാൻ തയ്യാറാകാത്ത വിധം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്നു എന്നതിന്റെ സൂചനയാണിത്. എങ്കിലും ഒരു കരാറിലെത്താൻ രണ്ടു ഭാഗത്തും സമ്മർദ്ദങ്ങളുണ്ട്. ഇറാന്റെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുക എന്നതും മിസൈൽ പരീക്ഷണങ്ങൾ നിയന്ത്രിക്കുക എന്നതുമാണ് പ്രധാന തർക്ക വിഷയങ്ങൾ. ഈ ചർച്ചകൾ പരാജയപ്പെട്ടാൽ പശ്ചിമേഷ്യ ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭയം ആഗോളതലത്തിലുണ്ട്. ഇറാന്റെ സൈനിക മുന്നറിയിപ്പുകളെ കേവലം പ്രസ്താവനകളായി കാണാൻ അമേരിക്ക തയ്യാറല്ല. അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യയും തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോണുകളും ഇറാന്റെ പ്രതിരോധ നിരയെ ശക്തമാക്കുന്നു. അതേസമയം പശ്ചിമേഷ്യയിൽ ഒരു സ്ഥിരമായ സമാധാനം കൊണ്ടുവരിക എന്നത് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. ജാറഡ് കൃഷ്ണറുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് ഈ ചർച്ചകളിൽ ഇസ്രായേലിന്റെ താൽപര്യങ്ങളും ഗൗരവമായി പരിഗണിക്കപ്പെടുന്നു എന്നാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശത്രുത കുറയുന്നത് മേഖലയിലെ എണ്ണവിലയെയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും ഗുണപരമായി ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ കരുതുന്നു. ഇസ്ലാമാബാദിലെ ഹോട്ടൽ മുറികളിലും ഭരണകേന്ദ്രങ്ങളിലും വലിയ സുരക്ഷാ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ നയതന്ത്ര നാടകത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വളരെ നിർണായകമാണ്. ഇറാനും അമേരിക്കയ്ക്കും ഒരുപോലെ സ്വീകാര്യനായ ഒരു മധ്യസ്ഥനായി മാറാൻ ഇസ്ലാമാബാദ് ശ്രമിക്കുമ്പോൾ അവരുടെ നയതന്ത്ര വൈദഗ്ധ്യവും പരീക്ഷിക്കപ്പെടുകയാണ്. ഇറാന്റെ സൈനിക തലവൻ നടത്തിയ മുന്നറിയിപ്പ് ചർച്ചകൾക്ക് മുൻപുള്ള ഒരു സമ്മർദ്ദ തന്ത്രമാണോ അതോ യഥാർത്ഥ സൈനിക നീക്കത്തിന്റെ സൂചനയാണോ എന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഭിന്നാഭിപ്രായക്കാരാണ്. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ചർച്ചകൾ പരാജയപ്പെട്ടാൽ അതിന്റെ പ്രത്യാഘാതം അതിഭീകരമായിരിക്കും. ഓരോ മിനിറ്റിലും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം പശ്ചിമേഷ്യയെ ഒരു സ്ഫോടനാത്മകമായ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അബ്ബാസ് അരഗാച്ചി തന്റെ പാകിസ്ഥാൻ സന്ദർശന വേളയിൽ ചർച്ചകൾക്കുള്ള സാധ്യതകൾ തുറന്നിട്ടിട്ടുണ്ടെങ്കിലും അഭിമാനം പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കരാറിനും ഇറാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും സമാനമായ വാശിയുള്ള നിലപാടുകൾ ഉണ്ടായാൽ ഇസ്ലാമാബാദ് ചർച്ചകൾ ഫലം കാണാതെ അവസാനിക്കും. എന്നാൽ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഏകോപനം ഒരു വിട്ടുവീഴ്ചയ്ക്കുള്ള വഴി തേടുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ഈ പോരാട്ടം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, അത് ലോകക്രമത്തെ തന്നെ മാറ്റാൻ പോകുന്ന ഒന്നാണ്. ചർച്ചകളുടെ ഓരോ ഘട്ടവും അതീവ രഹസ്യമായാണ് സൂക്ഷിക്കുന്നത്. പരോക്ഷ സംഭാഷണങ്ങളിലൂടെ ഉരുത്തിരിയുന്ന തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ ഔദ്യോഗികമായി പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
അതുവരെ ലോകം ശ്വാസമടക്കി പിടിച്ച് ഇസ്ലാമാബാദിലേക്ക് നോക്കി നിൽക്കുകയാണ്. സൈനികവും നയതന്ത്രപരവുമായ ഈ നീക്കങ്ങൾക്കിടയിൽ സാധാരണ ജനങ്ങൾ യുദ്ധഭീതിയിലാണ്. ഒരു വശത്ത് സമാധാന കരാറുകൾക്കായി അപേക്ഷിക്കുന്ന അന്തരീക്ഷവും മറുവശത്ത് യുദ്ധമുറവിളികളും. ഈ വൈരുദ്ധ്യം തന്നെയാണ് ഈ പ്രതിസന്ധിയെ സങ്കീർണമാക്കുന്നത്. ഇറാൻ സൈന്യത്തിന്റെ പുതിയ നീക്കങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളെ പ്രതിരോധത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഇസ്ലാമാബാദിലെ ചർച്ചകൾ ലക്ഷ്യത്തിലെത്തുമോ അതോ പശ്ചിമേഷ്യ മറ്റൊരു മഹാസമരത്തിന് വേദിയാകുമോ എന്നത് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളികളും അമേരിക്കയുടെ നയതന്ത്ര നീക്കങ്ങളും ഒരേപോലെ ശക്തിപ്പെടുമ്പോൾ ലോകം ഒരു വലിയ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. സമാധാനത്തിന്റെ പാതയോ അതോ യുദ്ധത്തിന്റെ വഴിയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ആ നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.